അപ്പോൾ നമുക്ക് ഒരു വീഡിയോ കാണാം. എൻ്റെ വേഷം കാണുമ്പോൾ അറിയാമല്ലോ. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പാർവതി. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. എനിക്ക് ഓണത്തിൻ്റെ വേറെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഞാൻ മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, അനിയന് ഹോസ്പിറ്റലായിരുന്നു, ആദ്യം ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ, പിന്നെ അനിയന് വയ്യായിരുന്നു, അമ്മയ്ക്കും അച്ഛനൊക്കെ വയ്യായിരുന്നു. അപ്പം നമ്മൾ വീടും ഒക്കെ ക്ലീനിങ് പരിപാടിയിലും ഒക്കെ ആയിരുന്നു. 2 ദിവസം കൊണ്ട് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തെടുത്തത്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാനായിട്ട്. അപ്പോൾ അതുമാണ് മെയിൻ കാര്യം. അപ്പം ഇന്ന് തിരുവോണമാണ്. അപ്പം നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് സദ്യയൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു ബിറ്റ് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഓണത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ടത്തെ സമയത്തിലൊരു ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാന്ന് വെച്ചാൽ, അച്ഛൻ്റെ വീട്ടിൽ, ഞങ്ങൾ കുടുംബ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കുഞ്ഞായിരുന്നപ്പോൾ എന്താ പറയുക, ഇന്നത്തെ പോലെയല്ല. അന്നത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സസ്, ഓണക്കോടികൾ കിട്ടാൻ കാത്തിരിക്കും. വീട്ടിൽ നിന്ന് ഒരു എന്താ പറയുക, ഓണത്തിൻ്റെ 2 ആഴ്ച മുമ്പ് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു. അച്ഛൻ്റെ ഫാമിലി എല്ലാവർക്കും എടുത്തു കൊടുക്കണം, അമ്മയുടെ ഫാമിലി എല്ലാവർക്കും എടുത്തു കൊടുക്കണം. അങ്ങനെ ഭയങ്കര ബഹളം. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടും, നമുക്ക് എത്ര ഡ്രസ്സ് കിട്ടി, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു മെമ്മറീസ് ഉള്ള ഓണമാണ് എൻ്റെ ഒരു ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ ഊഞ്ഞാല് കെട്ടുക, പണ്ട് അത്തപ്പൂക്കളമൊക്കെ ഒരുമിച്ച് അച്ഛൻ്റെ ഒക്കെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇടുമായിരുന്നു. നമ്മളെല്ലാ കൊച്ചുമക്കളും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ചേച്ചി, ഏറ്റവും മൂത്തത് ചേച്ചിയാണ്, രണ്ടാമത്തത് ഞാനാണ്, പിന്നെ മൂന്നാമത്തത് നന്ദുവാണ്, കൊച്ചച്ഛൻ്റെ മോനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വരുന്നുണ്ട്. ചേച്ചി കഴിഞ്ഞിട്ട് അപ്പച്ചിയുടെ മോനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ, പിന്നെ നന്ദു. അത് കഴിഞ്ഞിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് അഞ്ജന വരുന്നുണ്ട്, അത് അപ്പച്ചിയുടെ മോളാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് വല്ലിച്ചൻ്റെ മോൻ, പിന്നെ എൻ്റെ അനിയൻ മോൻ ഗൗതം, ഉണ്ണിക്കണ്ണാന്ന് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ എൻ്റെ അനിയൻ പിന്നെ എൻ്റെ അനിയൻ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇളയ കൊച്ചച്ഛൻ്റെ മോൻ വരുന്നുണ്ട്. അങ്ങനെയാണ് അച്ഛൻ്റെ ഫാമിലിയിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കുട്ടി എന്ന് പറഞ്ഞാൽ അവളാണ്. ഇപ്പം ഒരാളും കൂടി ആഡ് ആയിട്ടുണ്ട്, അൻവിക, ചേച്ചിയുടെ മോള്. അതാണ് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും കുട്ടിയായിട്ടുള്ളത്. അപ്പം നമ്മുടെയൊക്കെ ഒരു ഓണം എന്ന് പറയുമ്പം അച്ഛൻ്റെ വീട്ടിൽ തിരുവോണം, അച്ഛൻ്റെ വീട്ടിൽ, അവിട്ടം അമ്മയുടെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ചതയ. നമ്മൾ ആരെങ്കിലും നമ്മളെ വിളിക്കുവാണെങ്കിൽ, പണ്ട് കൊച്ചച്ഛൻ്റെ വീട്ടിലോട്ടൊക്കെ പോവും, അവിടെ വിളിക്കും, വല്ലമ്മച്ചിയുടെ വീട്ടിൽ വിളിക്കും, അങ്ങനെയൊക്കെ പോവും. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ പണ്ട് നമ്മൾ എന്താ പറയുക, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് രാവിലെ കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് എന്താ പറയുക തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നത്. ഫുഡ് കഴിക്കാനും പായിലൊക്കെ ഇരുന്നിട്ടാണ് അന്നത്തെ ഇത്. പിന്നെ അതാണ് ഓണം സമയത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് താമസം മാറി ഈ വീട്ടിലേക്ക് മാറിയ സമയത്ത് തിരുവോണത്തിന് നമ്മൾ എന്നത്തെയും പോലെ അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. അവിട്ടം അമ്മയുടെ വീട്ടിലേക്ക് പോവും, ചതയം നമ്മുടെ വീട്ടിൽ തന്നെ ആണ് ഉള്ളത്. പിന്നെ കഴിഞ്ഞൊരു 10 കൊല്ലം ആയിട്ട് ഞങ്ങളുടെ ഇവിടെ വീരഭദ്ര സാംസ്കാരിക സമിതി ക്ലബ്ബുണ്ട്. അപ്പം അവിട്ടം ചതയം 2 ദിവസം ഫുൾ ആ ഒരു പരിപാടിയുടെ പുറകെ ആയിരിക്കും. ക്ലബിനകത്ത് ഞാനും ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 12 മണിക്കൊക്കെ കയറുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ മാത്രം വരും. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവിട്ടത്തിന് നമ്മുടെ വീട്ടിൽ പോകണം. അപ്പോൾ എനിക്ക് ക്ലബ്ബിൽ നിൽക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും, രാവിലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ക്ലബ്ബിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് അറിയാം. പിന്നെ ഇപ്പോൾ ഒരു കുറേ വർഷമായിട്ട്, ഒരു 5 to 6, 7 years ആയിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊടുക്കൊന്നുമില്ല. കാരണം കാലങ്ങൾ മാറി, ജനറേഷൻസ് മാറി, നമ്മുടെ ടേസ്റ്റ് മാറി, വ്യത്യാസം മാറി. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും എന്താ പറയുന്നത്, അച്ചാച്ചൻ, അച്ചാമ്മ, അപ്പൂപ്പൻ, അമ്മാമ്മ, പിന്നെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിലേക്ക്. ഇപ്പം അച്ചാച്ചനും അപ്പൂപ്പനും ഇല്ല, അവർ മരിച്ചുപോയി. അപ്പോൾ അച്ചാമ്മയും അമ്മാമ്മയുണ്ട്, പിന്നെ കുഞ്ഞു 3 മക്കളുണ്ട്. അപ്പോൾ അവർ നമ്മൾ പിന്നെ മാമൻ്റെ മോനുണ്ട്. അപ്പോൾ അവരുടെ ഇതാണ് വെക്കുന്നത്. പിന്നെ അമ്മയുടെ ഫാമിലിയിലെ കാര്യം പറയുവാണെങ്കിൽ, അവിടുത്തെ ഒരു ഓണം മെമ്മറി എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ അവിട്ടത്തിലാണ് ഞങ്ങൾ പോണത്. അപ്പം ഞങ്ങളുണ്ടാവും, വല്യമ്മച്ചിയുടെ ഫാമിലി ഉണ്ടാവും, മൂത്ത വല്യമ്മച്ചിയുടെ ഫാമിലി ഉണ്ടാവും. അമ്മ എന്ന് പറഞ്ഞാൽ മൂത്ത ഒരു വല്യമ്മച്ചിയുണ്ട്, ബിന്ദുവല്യമ്മച്ചി, രണ്ടാമത് ബീനാമ്മ, മൂന്നാമത് മാമൻ ബിജു എന്നാണ് പേര്, 4ാമത് അമ്മയാണുള്ളത്. ഏറ്റവും ഉള്ളതാണ് എൻ്റെ അമ്മ. അപ്പം അവരുടെ കൊച്ചുമക്കളുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്തത് ലെമ്മി എന്ന് പറഞ്ഞ ചേച്ചിയാണ്, രണ്ടാമത് നീത ചേച്ചി, മൂന്നാമത് അമ്മ ചേച്ചി,
പിന്നുള്ളത് 4ാമത് വിവേകണ്ണൻ, അത് കഴിഞ്ഞ് നിതിനണ്ണൻ, അത് കഴിഞ്ഞിട്ട് വിവേകണ്ണൻ, പിന്നെ വരുന്നത് ഞാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പു വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അമൃതേഷ് മാമൻ്റെ മോൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇപ്പം 2 കുട്ടി ചേച്ചിയുടെ മക്കളുണ്ട്, ശ്രേയയും അൻവികയും. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയനും വരുന്നുണ്ട് കേട്ടോ. ശ്രേയയ്ക്ക് അൻവികയ്ക്ക് മുമ്പ് എൻ്റെ അനിയനും വരുന്നുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ ഫാമിലി വരുന്നത്. അപ്പം ഇതാണ് പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇവിടെ ഇതുവരെ പൂക്കളൊന്നും ഇട്ടിട്ടില്ല, എനിക്ക് അത്തപ്പൂക്കളൊന്നും ഇടാൻ അറിയില്ല ആക്ച്വലി. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഈ പറയണക്ക് ഒരുങ്ങിയിരുന്ന് ഫുഡ് കഴിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മളെ വീട്ടിൽ തിരുവോണം അത്യാവശ്യം മരിച്ചതിന് ശേഷം നമ്മളെ സ്വന്തം വീട്ടിലാണ് തിരുവോണം കൂടുന്നത്. അപ്പം വീട്ടിൽ തന്നെയാണ് നമ്മൾ കൂടിയത്. അപ്പം ഞങ്ങൾ 4 പേരും, ഞങ്ങളുടെ 2 കുട്ടി മക്കളുണ്ട്, ബബലുവും പിങ്കിയും. ഇതിനകത്ത് പിങ്കിയുടെ 3ാമത്തെ ഓണവും ഞങ്ങളുടെ ബബലുവിൻ്റെ ഫസ്റ്റ് ഓണവുമാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത്. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ക്ലബ്ബിൽ ഓണപരിപാടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എനിക്ക് വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഇത്രയും സമയം പോയി എന്നുള്ളൊരിതുണ്ട്. കാര്യം നമ്മൾ സ്റ്റേജ് ഇടുന്നത് വീരഭദ്ര സംസ്കൃതി സമ്മതം എന്ന് പറഞ്ഞാൽ വീരഭദ്ര സ്വാമി അമ്പലത്തിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വലിയൊരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മമ്മ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓണം പരിപാടി നടത്തുന്നില്ല. അതുമല്ല, ഈ വയനാടിൻ്റെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നടത്തണ്ട എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തും നടത്തണ്ടെന്ന് പറഞ്ഞപ്പോൾ നടത്താമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ ഈ മരണത്തിൻ്റെ ഒരു ഇതറിഞ്ഞത്. അതുകൊണ്ട് അതില്ല. അപ്പം ഇപ്രാവശ്യത്തെ ഓണം ഇതുപോലെ ഒരു സിമ്പിളായിട്ട് നല്ലൊരു സന്തോഷമായിട്ട് പോകാൻ പറ്റി. സദ്യയൊക്കെ കഴിച്ചു, നല്ലൊരു വെജിറ്റേറിയൻ സദ്യയൊക്കെ കഴിച്ചു. പിന്നെ അതെ, ഞാൻ ഒരുങ്ങി ഇങ്ങനെ സെറ്റും മുണ്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സെറ്റ് മുണ്ട് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് എന്നെ തന്നെ കാണാനെന്ന് എനിക്ക് തോന്നുന്നു. പച്ചയുടെ ആണെന്ന് തോന്നും സാരിയുടെയും. പിന്നെ ഇങ്ങനത്തെ കമ്മലും മാലയൊന്നും ഞാൻ മാല ഇടാറില്ല, അപ്പം അങ്ങനെ ഒരുങ്ങിയത് കൊണ്ട് ആണെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് ഓണം വിശേഷം. നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിൽ നടന്ന ആ ഒരു ഫുൾ പോയൊരു സംഭവം നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതേപോലെ ഒരു പ്രളയം വന്നു, എല്ലാം പതുക്കെ നമ്മൾ തരണം ചെയ്ത് വരികയാണ്. അപ്പോൾ അവരെയും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഇനി വെട്ടവും പിന്നെ ചതയും നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. പിന്നുള്ളത് കന്നിമാസത്തിലെ ചതയാണ്. അപ്പം ഇതൊക്കെയാണ് ഓണവിശേഷം എന്ന് പറഞ്ഞാൽ. അപ്പം എനിക്ക് വേറെ വീഡിയോസ് ഒന്നും മേക്കപ്പോ വീഡിയോസോ അല്ലെങ്കിൽ അല്ലാത്ത വീഡിയോസ് ഞാൻ 3 അല്ലാത്ത വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചാമ്മയ്ക്കും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോയ ഒരു വ്ലോഗ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ സീരീസും ഉണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഓണത്തിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ. നല്ലൊരു പിന്നെ ഞാനൊരു മൺട്രോത്തുരുത്ത് ഗ്രാമത്തിലായതുകൊണ്ട് തന്നെ ഓണം കുറച്ചും കൂടി സ്പെഷ്യലാണ്. കാരണം ടൗണേക്കാൾ ഇവിടെ കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ ടൗണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണം അങ്ങനെ, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എല്ലാവരും വെളിയിലായിരിക്കും, നമുക്ക് അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് ഓണവിശേഷം. അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ സദ്യ കഴിക്കുന്നതും കൂടി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി ഓണം എന്ന് പറയുന്നത്. ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഓണസദ്യ, വെജിറ്റേറിയൻ ഓണസദ്യയാണ്. ഞാനും അച്ഛനും അമ്മയും അനിയനും. ഇപ്പം ഞങ്ങളുടെ 2 കുട്ടി ബബലും പിങ്കിയുണ്ട്. അതിനകത്ത് നമ്മുടെ ബബലുണ്ട്, ഫസ്റ്റ് ഓണാണ്. അപ്പം ഇതാണ് നമ്മുടെ ഓണസദ്യ. ഇതാണ് ഞങ്ങളുടെ പിങ്കിയുടെയും ബബലുവിൻ്റെയും കുട്ടി ഓണ ഫോട്ടോഷൂട്ട്. അവർ ഇരിക്കില്ല, എങ്ങനെയെങ്കിലും പിടിച്ചെത്തിയതാണ്. ഒന്നും കൂടി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേടുകയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ടാറ്റാ.